സെൽഫ് ലവ് എവിടെ നോക്കിക്കഴിഞ്ഞാലും ആളുകൾ പറയും നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ. പക്ഷേ എൻ്റെ അടുത്ത് പേഴ്സണലി സംസാരിക്കുമ്പോൾ പലരും പറയാറുണ്ട് ഈ സെൽഫ് ലവ് തോന്നണ്ടേ, അല്ലെങ്കിൽ ഇതിന് ഈ സെൽഫ് ലവ് ഉണ്ടാവാൻ എന്താ ചെയ്യണ്ടേ, എങ്ങനെ ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലൂ ഇല്ല എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഈ സെൽഫ് ലവ്, എങ്ങനെ നമുക്കത് പ്രാക്ടീസ് ചെയ്യാം, ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് നമ്മൾ അവനവനോട് സ്നേഹം കാണിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സെൽഫ് ലവ് ഈസ് നോട്ട് സെൽഫിഷ്നെസ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നൊരു കാര്യമാണ് ഞാൻ എന്നെ പ്രയോറിറ്റൈസ് ചെയ്താൽ, എൻ്റെ ഇഷ്ടങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്താൽ ഞാൻ സെൽഫിഷ് ആവുകയാണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ബൗണ്ടറി എങ്ങനെയാണ് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാം ഇന്നത്തെ വീഡിയോയിൽ. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഈ സ്നേഹം ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളോട് തന്നെ പറയാന്നുള്ളതാണ്. അതായത് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹം, കരുതൽ, നമ്മളവരെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന അങ്ങനെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അൺകണ്ടീഷണലി പല സമയത്തും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു സ്നേഹവും ഒരു എംപതിയും ഒക്കെ നമ്മളും ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബൗണ്ടറി എന്നുള്ള ടേം കേൾക്കുമ്പോൾ തന്നെ കുറേ പേർക്ക് ചതുർത്ഥിയാണേ. അതായത് ഒരു ബൗണ്ടറി, നിങ്ങൾക്ക് ആ ബൗണ്ടറി, ഈ ബൗണ്ടറി, ഇപ്പോൾ എല്ലാത്തിനും ഇങ്ങനത്തെ ടേംസ് ആണെന്നൊക്കെ. പക്ഷെ ആക്ച്വലി ചില കാര്യങ്ങളിൽ നമ്മൾ ബൗണ്ടറി വെക്കാൻ തുടങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ഈ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത്തരം ബൗണ്ടറീസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ചില അതിർത്തികളുണ്ടല്ലേ, ഈ കാര്യം ഇവിടെ വരെ ആവാം, ഇതിനപ്പുറത്തേക്ക് എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത്. നമുക്ക് ഫിസിക്കൽ ബൗണ്ടറീസ് ഉണ്ട്. നമ്മുടെ അടുത്തേക്ക് ഒരാൾ കടന്നു വരുന്നതിന് നമുക്ക് ഓരോ ആളുകളോടുള്ള നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനും അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റിനും ഒക്കെ പല പല ഫാക്ടേഴ്സ് അനുസരിച്ച് നമുക്ക് ഫിസിക്കൽ ബൗണ്ടറീസ് ഉണ്ടാവാറുണ്ട്. ഇമോഷണൽ ബൗണ്ടറീസ് ഉണ്ടാവാറുണ്ട്. നമ്മുടെ എല്ലാ ഇമോഷൻസും നമ്മൾ എല്ലാവരുടെ അടുത്തും എക്സ്പ്രസ് ചെയ്യില്ല, എല്ലാവരോടും ഷെയർ ചെയ്യില്ല. നമുക്കതുപോലെ പൈസയുടെ കാര്യത്തിൽ നമുക്ക് ചില ബൗണ്ടറീസ് നമ്മൾ വെക്കാറുണ്ട്. ഇത്ര പൈസ വരെ കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ഒക്കെ നമ്മൾ ഓക്കെയാണ്, അതിനപ്പുറത്തേക്കാണെങ്കിൽ നമുക്ക് ചില കൺസേണുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം. ഇങ്ങനെ പല ആസ്പെക്ട്സിൽ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരൊക്കെയും ഇതുപോലെ പലതരത്തിലുള്ള ബൗണ്ടറികൾ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ബൗണ്ടറീസിനെ അത് നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ വരികയും മറ്റുള്ളവർ ആ ബൗണ്ടറിക്ക് ഇപ്പുറത്തേക്ക് അത് അതിർത്തി ക്രോസ് ചെയ്ത് വരികയും ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ലൈഫിനെ പലപ്പോഴും ബുദ്ധിമുട്ടിലാക്കാറുണ്ട്. അപ്പോൾ ഈ ബൗണ്ടറീസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതും നമുക്ക് പറ്റാത്തൊരു കാര്യത്തിന് നോ എന്ന് പറയാൻ പഠിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സത്യത്തിൽ നമ്മുടെ ഒരു സെൽഫ് ലവിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ബൗണ്ടറി എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ടാവണം. ആദ്യമൊക്കെ ഒരു നോ പറയുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ശരിക്കും ഗിൽറ്റ് ഫീൽ ചെയ്യും. നമ്മളോട് വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ വളരെ സ്നേഹം കാണിക്കുന്ന ആളുകളോടായിരിക്കും ചില കാര്യത്തിന് നമുക്കൊരു ബൗണ്ടറി വെക്കേണ്ടി വരിക. ചിലപ്പോൾ പേരൻസിനോടാവും, ചിലപ്പോൾ പാർട്ട്നേഴ്സിനോടാവും, വളരെ അടുത്ത സുഹൃത്തുക്കളോടായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്കിത് ഇവിടെ വരെ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, അതിനാദ്യം നമ്മുടെ ബൗണ്ടറി എന്താണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവണം. ഒരു കാര്യം ഇതിനപ്പുറത്തേക്ക് പുഷ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ അതാണല്ലോ നമ്മുടെ ബൗണ്ടറി. അപ്പോൾ അത് റിയലൈസ് ചെയ്യാനും അതിനെക്കുറിച്ച് അവെയർ ആവാനും അത് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാനും പഠിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ അവനവനോട് ഫസ്റ്റ് നീതി കാണിച്ചു തുടങ്ങുന്ന ഒരു പോയിന്റ്. അല്ലാതെ നമുക്ക് ഇഷ്ടമില്ലാതെ നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബൗണ്ടറീസ് എല്ലാം മാറ്റി വെച്ച് അവർക്ക് വേണ്ടി നിന്ന് കൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് അതിൻ്റെ ഡിസ്കംഫർട്ടും ഫ്രസ്ട്രേഷനും ഒക്കെ അനുഭവിക്കുക എന്ന് പറയുന്നത് അത് അവരോടും കാണിക്കുന്ന മര്യാദയല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളോട് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടാണെങ്കിൽ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളോടാണെന്നുണ്ടെങ്കിൽ അവർ ഗോ ത്രൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. പക്ഷെ പലപ്പോഴും നമ്മൾ അവനവനോട് ഇത്ര മര്യാദയ്ക്കൊന്നും ആയിരിക്കില്ല സംസാരിക്കുന്നത്. ഏറ്റവും അധികം നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമ്മുടെ ഇന്നർ വോയിസ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളതിനെ ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നോ അത്ര സ്നേഹത്തോടെ വേണം നമ്മളോട് സംസാരിക്കാൻ. എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതോ ക്രിട്ടിസൈസ് ചെയ്യുന്നതോ ഒന്നുമല്ല. പക്ഷെ എപ്പോഴും അത് മാത്രമാണോ ആവുന്നത്, ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനാണ് സംഭവിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ ഫ്രണ്ടാണ് ഇതിങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ ഞാൻ എങ്ങനെയാവും എന്നോട് സംസാരിക്കുക എന്നുള്ളതിനെ ഒന്ന് ആ തരത്തിൽ നമ്മൾ അവനവനോട് സംസാരിച്ച് തുടങ്ങേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് പറ്റുന്നില്ല, നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇത്തരം നെഗറ്റീവ് സെൽഫ് ടോക്കാണ് നമ്മുടെ തലയിൽ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതും വളരെ നല്ലതായിരിക്കും. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഒരു പാറ്റേൺ വന്നത്, ഇതിനെങ്ങനെ ബ്രേക്ക് ചെയ്യാം, അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് സ്വന്തമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുകയും ചെയ്യാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ള ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് 100,000 എക്സ്ക്യൂസസുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ബാക്കിയുള്ളവരുടെ എല്ലാ കാര്യങ്ങളും പ്രയോറിറ്റൈസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ മിക്കപ്പോഴും ഇത് നടക്കാറില്ല.
അതാ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ കുറച്ച് സമയം മാറ്റി വെക്കുന്നോ അതുപോലെ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാനും ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടും സില്ലിയായിട്ടും കണ്ടു നിൽക്കുന്നവർക്ക് ഇതൊക്കെയാണോ സന്തോഷം എന്ന് തോന്നിപ്പിച്ചാൽ പോലും നമുക്ക് സന്തോഷമാണെങ്കിൽ അത് ചെറിയ നമ്മുടെ എന്തെങ്കിലും ഹോബി ആവാം, നമ്മൾ എഴുതുന്നതാവാം, വായിക്കുന്നതാവാം, വെറുതെ നിറമുള്ള കല്ലുകൾ പെറുക്കി കൂട്ടി വെക്കുന്ന ശീലമായാൽ പോലും അത്രയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിക്കോട്ടെ, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും ഒരു സെൽഫ് ലവ് ആണ്. നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞു പോയൊരു കാര്യം, നമുക്കൊരു ഹെൽപ്പ് വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സഹായം ചോദിക്കുക എന്നുള്ളതാണ്. അതും ഒരു വേ ഓഫ് സെൽഫ് ലവിങ് ആണ്. കാരണം നമുക്കൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വേണ്ടേ അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കാനും ഹെൽപ്പ്. നമ്മുടെ ഒരു ഫ്രണ്ടിനാണെങ്കിൽ ഇതേ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഹെൽപ്പ് സീക്കുക അല്ലെങ്കിൽ ഒരു സഹായം നമ്മൾ കൊടുക്കും അല്ലേ. അതുപോലെ തന്നെ നമുക്കൊരു ഹെൽപ്പ് വേണ്ട ഒരു സമയമാണെന്നുണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും, എല്ലാം കഴിഞ്ഞിട്ട് ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് എൻ്റെ പ്രശ്നം അഡ്രസ്സ് ചെയ്യാം എന്നുള്ള പോലെയല്ല, ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതും, നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഹെൽപ്പ് എടുത്ത് കൊടുക്കുക എന്നുള്ളതും നമ്മളോട് ചെയ്യേണ്ട ഒരു വലിയൊരു ജസ്റ്റിസ് ആണ്. അതും ഒരു സെൽഫ് ലവ് ആണ്. നമ്മുടെ ഈ ബോഡി എന്ന് പറയുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ടൂൾ ഉണ്ടല്ലോ, അതിനെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതും അതിനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതും അതിന് ചുറ്റുമുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ അത് നന്നായി വെക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൽഫ് ലവ് പ്രാക്ടീസാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള, നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക. അതിപ്പോൾ നമുക്ക് വിശക്കുന്ന സമയത്ത് സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അതേ വിശക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അറിഞ്ഞ് കഴിക്കുക എന്നുള്ളതും, കൃത്യസമയത്ത് വെള്ളം കുടിക്കുക എന്നുള്ളതും, അതുപോലും നമ്മൾ നമ്മുടെ ബോഡീനെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഉറക്കം വരുന്ന സമയത്ത് ഉറങ്ങുക എന്നുള്ളതും, വിശ്രമിക്കുക എന്നുള്ളതും, ടൂ മച്ച് ഇങ്ങനെ പുഷ് ചെയ്യുക എന്നുള്ള ഒരു ബേൺ ഔട്ടിലേക്കൊക്കെ കൊണ്ടെത്തിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബോഡീനോട് കാണിക്കുന്ന ഒരു നീതിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ആദ്യം ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിനെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനോട് ഒരു അറ്റൻഷൻ കൊടുത്തുകൊണ്ട്. നമ്മളിപ്പം ചില മോശം ഹാബിറ്റിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോടാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ, അതെന്തിനാ അങ്ങനെ ചെയ്യണത്, വേണ്ട എന്ന് പറയുന്ന പോലെ. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ജിമ്മിൽ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനോട് നമ്മൾ പറയില്ലേ, ഇത് ഇന്നും കൂടെ അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച കഴിയുമല്ലോ, അതങ്ങനെ ചെയ്യുക എന്ന് പറയുന്ന പോലെ നമുക്ക് നമ്മളോടും പറയാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ബോഡീനെ ആൻഡ് ഓൾസോ നമ്മൾ മോസ്റ്റ് ഓഫ് ദ സമയം സ്പെൻഡ് ചെയ്യുന്ന ആ സ്പേസ് വൃത്തിയായിട്ടും അടുക്കും ചിട്ടയോടെയൊക്കെ കീപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നതും ഒരു കൈൻഡ് ഓഫ് സെൽഫ് ലവ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഒരു സ്പേസ് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ തരത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് തോന്നും, പക്ഷേ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കൂടി വലിയൊരു ഹാബിറ്റായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സെൽഫ് ലവ് ജേർണി സ്റ്റാർട്ട് ചെയ്യാം.